വൈവിധ്യത്തെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? രണ്ടാമത്തെ ചോദ്യം, RSS ഉണ്ടായിട്ട് 100-ാം വർഷമാണത്. ഈ വർഷം ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുമോ? ഞങ്ങൾ വൈവിധ്യങ്ങളെ ഭയപ്പെടുകയല്ല. ആ വൈവിധ്യത്തോട് വൈവിധ്യപൂർണമായി തന്നെ സംവദിച്ച് ജനാധിപത്യ ഇടങ്ങളിൽ സംവാദം നടത്തി ജനങ്ങളെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് അധികാരത്തിൽ വന്നത്. നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് നരേന്ദ്രമോദിയെ പാർലമെന്റിന്റെ മുകളിലൂടെ കൊണ്ട് നടക്കിയതല്ല. അദ്ദേഹം ജനങ്ങളോട് സംവദിച്ച് വർഷങ്ങളോളം ഒരു തപസ്യ പോലെ രാജ്യത്തുടനീളം നടന്ന് ജനങ്ങളുമായി സംവദിച്ച് അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ ജനങ്ങളോട് സംവദിക്കാൻ സാധിക്കാതെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരുമായി ഞങ്ങളെ താരതമ്യം ചെയ്യേണ്ട. ഞങ്ങൾ ഈ രാജ്യത്തെ വൈവിധ്യങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്. ആ വൈവിധ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് മുതൽ ഇവിടെ കേരളം വരെയുള്ള, തമിഴ്നാട് വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ന് അടിസ്ഥാനപരമായ ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ വൈവിധ്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് ശ്രീ ഹസന്റെ നേതാവ്, നമ്മളൊക്കെ ആദരിക്കുന്ന ശ്രീ AK ആന്റണി ലോക്സഭയിൽ ചെയ്തൊരു പ്രസംഗമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പോളിസി ആയിരുന്നു അതിർത്തി സംസ്ഥാനങ്ങളെ അണ്ടർ ഡെവലപ്ഡായി നിർത്തുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ചൈനീസ് ആക്രമണത്തെ ഭയന്നിട്ടാണ് പോലും. എന്ത് വലിയ അനീതിയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ സഹോദരങ്ങളോട് കാണിച്ചത്. എന്ത് വലിയ അനീതിയാ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കാണിച്ചത്. അപ്പം ആ വൈവിധ്യങ്ങൾ എന്തേ കാണാതെ പോയത് നിങ്ങൾ? ആ അവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന രീതിയിലുള്ള സമീപനം മറ്റു പല സ്ഥലങ്ങളിലെയും ജനങ്ങൾ സ്വീകരിച്ചിരുന്നില്ലേ? അവരെ ചില പ്രത്യേക വാചകങ്ങൾ, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അവരെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പം ആരാണ് വൈവിധ്യങ്ങൾ അംഗീകരിക്കാത്തത്? ഇനി ഗോവിന്ദമാഷ പാർട്ടിക്ക് എങ്ങാനും ഇവിടെ ഒറ്റയ്ക്ക് ഭരണം കിട്ടിയുള്ള അവസ്ഥ എന്ത് വൈവിധ്യം! മുടി വെട്ടുന്നത് പോലും ഒരു പ്രത്യേക മോഡലിൽ വേണമെന്ന് പറയുന്ന പാർട്ടിക്കാരാണ് കിം ജോങ് ഉന്നിന്റെ പാർട്ടി. നോർത്ത് കൊറിയയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ വൈവിധ്യങ്ങളെ ഒട്ടും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾ വൈവിധ്യങ്ങളെ അംഗീകരിച്ച് ജനങ്ങളെ അഭിമുഖിച്ച് രാജ്യത്തെ ഡെമോക്രസി നൽകിയ എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ളവരാണ്. പിന്നെ അദ്ദേഹം ഹിന്ദു രാഷ്ട്രമാവുമെന്ന് ചോദിച്ചു. സർ, നിങ്ങളൊരു ഐഡിയോളജിക്കൽ ലെവലിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇതങ്ങനെ പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട ഏതെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.